ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. ഇത് നമ്മുടെ ബൊഹേൻ വില്ല സെക്ഷനാണ്. ബൊഹേൻ വില്ലയ്ക്ക് മഴ നല്ലതല്ല, അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഇതാണ്ടൊന്ന് കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ബൊഹേൻ വില്ല സെക്ഷനിൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ട് ഏജിലെ ഫ്ലവേഴ്സിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഇതേതാ പ്ലാന്റ് എന്ന് മനസ്സിലായോ? ഇതാണ് ടെക്കോമയുടെ യെല്ലോ കളർ ഫ്ലവർ വരുന്ന 12 ഇഞ്ച് പോട്ടിലിരിക്കുന്ന ഇതെല്ലാം ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ടെക്കോമ ഫ്ലവറൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ടെക്കോമയുടെ സ്മോൾ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. യെല്ലോ കളർ മാത്രമല്ല, നമുക്ക് ഓറഞ്ച് കളറും അവൈലബിൾ ആണ്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇനി അങ്ങോട്ട് അപ്പുറത്തെ സെക്ഷനിൽ അതാണുള്ളത്, അത് കാണിച്ചു തരാം. ഫ്ലവർ ഉണ്ടെങ്കിലും ഫ്ലവേഴ്സ് എല്ലാം കൊഴിഞ്ഞു പോയി ഇന്നത്തെ മഴയിൽ. അതാണ് ഇപ്പോഴത്തെ ബൊഹേൻ വില്ലയുടെ അവസ്ഥ. എങ്കിലും അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, ബൊഹേൻ വില്ല കളക്ഷനും ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഏജിലെ ഒരു ഫ്ലവറിങ് സെക്ഷൻ. നമ്മളിവിടെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ് സെക്ഷൻ എന്ന്. ഇത് നമ്മുടെ റംബുട്ടാൻ മരം. ഇപ്രാവശ്യം റംബുട്ടാനിൽ ആവശ്യത്തിൽ കായ്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ ടെക്കോമ പ്ലാന്റിൻ്റെ ഓറഞ്ച് വെറൈറ്റിയാണിത്. ഇത് കുറച്ച് വലുതായ ബുഷിയായ പ്ലാന്റാണ്. ഇതേ ടെക്കോമയുടെ ഒരു ഓറഞ്ചിൻ്റെ കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കുണ്ട്. ഇതേ നോക്കിയേ, അത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇത് ടെക്കോമയുടെ ഓറഞ്ച്, സെയിം ഒരു യെല്ലോ കളറും നമുക്ക് അവൈലബിൾ ആണ്. ഇത് പ്ലംബാഗോ, അതും നല്ല പ്ലംബാഗോ എന്ന് വെച്ചാൽ നീലക്കൊടുവേലി, അതും നീല നിറത്തിൽ ഫ്ലവറായിട്ട് ഇരിപ്പുണ്ട്. ഇത് മുരായ അല്ലെങ്കിൽ മണിമുല്ല അല്ലെങ്കിൽ മരമുല്ല എന്നൊക്കെ പറയും. ഇതും ഒരു വെറൈറ്റി ജാസ്മിനാണ്, വൈറ്റ് ബെൽ ജാസ്മിൻ എന്നാണ് പറയുന്നത്. വൈറ്റ് ബെൽ ജാസ്മിൻ, അതും നിറയെ ഫ്ലവർ ഇട്ടിരിപ്പുണ്ട്. ഇതേതാ പ്ലാന്റ് എന്ന് മനസ്സിലായോ? ഇതാണ് നിക്കോഡിയ. ഒരു പിങ്ക് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റാണ് നിക്കോഡിയ പ്ലാന്റ്. നമ്മളെ പോട്ടിൽ നല്ല ബുഷിയായിട്ട് നിറയെ ഫ്ലവർ ഇട്ടിരിപ്പുണ്ട്. വീണ്ടും മുരായ അല്ലെങ്കിൽ മണിമുല്ല. ഇത് നന്ദ്യാർവട്ടം. ഈ ബെഡ് നിറച്ചുണ്ടായിരുന്നു പ്ലാന്റ്സ്. ഇന്നത്തെ ഒരു ലോഡിൽ പോയി. ഞാൻ ഇന്ന് രാവിലെ ഈ ബെഡ് നിറയെ ഇങ്ങനെ ഫ്ലവർ ചെയ്തിരിക്കുന്ന കണ്ടപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വൈകിട്ട് വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ ബെഡ് കാലിയായി. ഇന്നത്തെ ലോഡിൽ പോയതാണ്. സെയിം ഒരു ബെഡ് ഇപ്പുറത്തുണ്ട്, ഇരിപ്പുണ്ട്. നന്ദ്യാർവട്ടം നല്ല ഭംഗിയായിട്ട് ഫ്ലവറൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നന്ദ്യാർവട്ടത്തിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ചെമ്പരത്തി ഉണ്ട്. ലോക്കൽ ഹിബിസ്കസ് ആണ്. ഇതേ നോക്കി, എങ്കിലും ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. പിങ്ക്, നല്ല ഒരു പിങ്ക് ഷെയ്ഡ് ഫ്ലവറും അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവറും ഉള്ള ഹിബിസ്കസ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം. ഡോർഫ് വെറൈറ്റി ഹിബിസ്കസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അധികം ഉയരം വയ്ക്കില്ല, പക്ക ഡോർഫാണ്. അതുകൊണ്ട് നിറയെ ബഡ്സും ഫ്ലവറും ഒക്കെ ഉണ്ട്. ബഡ്സ് ധാരാളമുണ്ട്. എപ്പോഴും ഫ്ലവർ ഇടുന്ന ഒരു ഡോർഫ് വെറൈറ്റി ഹിബിസ്കസ് ആണിത്. നല്ല ഓറഞ്ച് ബ്രെഡ് കൂടി കലർന്ന നല്ലൊരു കളർ, അതിൻ്റെ ധാരാളം സ്റ്റോക്കുണ്ട്. പിന്നെ യെല്ലോ, വൈറ്റ് അങ്ങനെ ഉള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നിക്കോഡിയയുടെ കുറച്ച് വലുതായ പ്ലാന്റ്, ബുഷിയായിട്ടുള്ള വലുതായ പ്ലാന്റാണത്. ഇത് രാജമല്ലി എന്ന വലിയ മരമാകുന്നൊരു പ്ലാന്റാണ്. വലിയ മരമാകും, നല്ലൊരു വെറൈറ്റിയാണ്. ഷെയ്ഡിനൊക്കെ യൂസ് ചെയ്യുന്ന ട്രീ ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റാണ് രാജമല്ലിയുടെ. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഓറഞ്ച് കളറും പിന്നെ ഈ യെല്ലോ കളറുമാണ്. റെഡും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സ്റ്റോക്ക് ഔട്ടായി. ഇപ്പോൾ ഈ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ലെൻഡാന ഏകദേശം സ്റ്റോക്ക് ഔട്ടായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത്
ഈ ഒരു റെഡ് കളറും പിന്നെ ഇടയ്ക്ക് വയലറ്റും കാണുന്നുണ്ട്. വയലറ്റ് കളറും അവൈലബിൾ ആണ്. വൈറ്റും സ്റ്റോക്ക് ഉണ്ട്. ദേ ഇരിക്കുന്നു, വൈറ്റാണ്. വൈറ്റ് ലെൻഡാനയാണ് ആയിരിക്കുന്നത്. അതിന് ഫ്രണ്ടിലിരിക്കുന്നത് നമ്മൾ ആൾട്രാനന്ദ്ര പ്ലാന്റ് ആണ്. ലോക്കൽ ഹിബിസ്കസിൻ്റെ റെഡ്, നല്ല റെഡ് കളറിൻ്റെ നല്ല പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഫ്ലവർ ചെയ്തിരിപ്പുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ദേ നീലക്കൊടുവേലി പ്ലംബാഗോടെ ഒരു ബെഡ് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. നിറയെ ഫ്ലവർ ചെയ്തിരിപ്പുണ്ട് പ്ലാന്റ്സ്. അതിന് തൊട്ടപ്പുറത്ത് നമ്മളെ ടെക്കോമയുടെ യെല്ലോ പ്ലാന്റ് അവൈലബിൾ ആണ്. നമുക്ക് യെല്ലോ ഫ്ലവർ വരുന്ന ടെക്കോമ പ്ലാന്റ്സ്. നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വെച്ചിരിക്കുന്ന ഓം എന്ന ഷേപ്പിലാക്കിയിരിക്കുന്ന നമ്മുടെ മാൽപീജിയാണിത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വൈറ്റ് ബെൽ ജാസ്മിൻ്റെ വലിയ പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. നല്ല ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റ്. ഈ ഫ്ലവർ കണ്ടോ, ഇതാണ് ഗോൾഡൻ ചെയിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റിലെ ഫ്ലവർ. ഗോൾഡൻ ചെയിൻ മാതിരിയുള്ള ഈ ഫ്ലവർ തന്നെയാണ് ഈ പ്ലാന്റിന് ഗോൾഡൻ ചെയിൻ എന്ന് പേര് നൽകുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലിരിക്കുന്ന ഒരു പ്രീമിയം പ്ലാന്റ് ആണ്. 12,000 എബോട്ട് റേറ്റ് വരും ഈ പ്ലാന്റ്സിന്. ഇതാണ് ഗോൾഡൻ ചെയിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ തൽക്കാലം ഇന്നത്തെ ഫ്രണ്ട് പോർഷൻ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.